സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് പോയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ പിന്നാലെ അതേപോലെ നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് പോയിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ശക്തിയായി നിങ്ങളുടെ പിന്നാലെ ഇങ്ങോട്ട് സ്നേഹത്തിന് വേണ്ടി വരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതേപോലെ തന്നെ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ആളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. തുടക്കത്തിലൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറിയിരുന്ന ആളുകൾ പിന്നീട് അതിന് ഒരു അകൽച്ച വരുന്ന അവസ്ഥ ഉണ്ടാവും. അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ചൊരു ഇഷ്ടമില്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ചില ആളുകളൊക്കെ അത് ചിന്തിച്ച് ആകെ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. എല്ലാ കാര്യത്തിലും താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നമ്മൾ അവരുടെ പിന്നാലെ പോയുള്ള സമയവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരുന്നു ദിവസങ്ങൾ നീക്കി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് നമുക്ക് കൂടുതൽ വേദനയും സങ്കടവും ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മൾ പിന്നാലെ പോകുന്തോറും അവർ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവർ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നവർക്ക് എന്തുകൊണ്ടോ അവർക്ക് അകൽച്ച വന്നിരിക്കുന്നു. അത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അവരുടെ പിന്നാലെ പോകുന്തോറും നമുക്ക് മാനസിക ബുദ്ധിമുട്ട് കൂടി വരികയുള്ളൂ. കാരണം അവർ കൂടുതൽ അകലുമ്പോൾ നമുക്കത് തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവരുടെ പിന്നാലെ പോകാതെ അവർ നമ്മുടെ പിന്നാലെ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കും മനസ്സിന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. കാരണം അവർ ഓരോ പ്രാവശ്യം നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അങ്ങോട്ട് പോകുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.